നടിയുടെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത സംവിധായകൻ സനൽകുമാർ ശശിധരനെ നിലവിൽ നാട്ടിലെത്തിച്ചു കഴിഞ്ഞു. മുംബൈയിൽ വെച്ചായിരുന്നു സംവിധായകനെ പിടികൂടിയത്. എന്നാൽ നടിയുടെ പരാതിയിലല്ല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് സനൽകുമാറിന്റെ വാദം. ഞാൻ 2 പരാതി കൊടുത്തിട്ട് ആ പരാതി അന്വേഷിക്കാതെ എനിക്കെതിരെ വീണ്ടും കള്ളക്കേസ് എടുക്കുക. ഇപ്പൊ ഇവര് ചെയ്യാൻ പോകുന്നത് എന്റെ മൊബൈൽ പിടിച്ചു വയ്ക്കുന്നു, എന്റെ കമ്പ്യൂട്ടർ പിടിച്ചു വയ്ക്കുന്നു, എന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കുന്നു. എന്നെ ജീവിക്കാൻ എന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് കേരള പോലീസ് പറയുന്നത്. ഞാൻ നാട് വിട്ടു പോയത് എന്നെ കൊല്ലുമെന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വരുന്നു എന്ന് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടാണ് വന്നത്. പ്രായപൂർത്തിയായ 2 മനുഷ്യർ തമ്മിൽ പ്രേമിച്ചെടുത്ത പ്രശ്നം. ഇവർക്ക് ജനുവിനാണെങ്കിൽ ഇവർ 2 പേരെ വിളിച്ച് സംസാരിച്ചൂടെ? 5 പേരെ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചൂടെ? എന്താ പ്രശ്നം? അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, വളരെ നാടകീയമായ സംഭവങ്ങളാണ് മുംബൈ വിമാനത്താവളം മുതൽ ഇവിടെ കൊച്ചിയിൽ എത്തിച്ചതുവരെയുള്ള ഈ ഒരു കേസിൽ സംഭവിക്കുന്നത്. എന്താണ് സംവിധായകൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചൈതന്യ, കഴിഞ്ഞ കുറെ കാലമായി ഈ നടിയെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പരാതി. നേരത്തെ 2022-ൽ നടി ഒരു പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം സനൽകുമാർ ശശിധരൻ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു, അമേരിക്കയിലേക്ക് പോയി. അവിടെ നിന്നും സമാനമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നു എന്നുള്ളതാണ് പുതിയ പരാതി. ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടി നൽകിയ പരാതിയിലാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അമേരിക്കയിലായതുകൊണ്ട് തന്നെ പോലീസ് പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയായിരുന്നു. എന്തായാലും ഇന്നലെ മുംബൈ വിമാനത്താവളത്തിലെത്തിയ സനൽകുമാർ ശശിധരനെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയും കേരള പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എളമക്കര പോലീസ് സംഘം മുംബൈയിലെത്തി സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നാളെ വിശദമായി തന്നെ സനൽകുമാർ ശശിധരനെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ സനൽകുമാർ ശശിധരൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് താൻ പല പരാതികളും നൽകിയിട്ടുണ്ട്, ആ പരാതിയിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ നടി നൽകിയ പരാതിയിലല്ല തന്നെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് വളരെ ക്ഷോഭത്തോടു കൂടി സനൽകുമാർ ശശിധരൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തുടർച്ചയായി ഇയാൾ ഒരേ കുറ്റകൃത്യം ചെയ്യുന്നു എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതേസമയം കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെത്തിച്ചപ്പോഴും നടിയുടെ പേര് പറയാതെ തന്നെ നടിക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങൾ ഇയാൾ തുടരുന്നുമുണ്ട്.